Great readers make great writers, while great writers make great communicators. Great communicators make great pursuers. And do you know what great pursuers make? They make good society. Respected teachers, parents, and my dear friends, good morning to all. As we all know, today, 19th of June, our state celebrate Reading Day in the remembrance of Sri P.N. Panikkar, the father of library movement. It is true that we are all locked in our homes due to COVID-19, but this is the best time to open the wonderful world of reading. Say goodbye to mobile phone and tabs. A survey says that an average adult spends at least 3 to 4 hours in his mobile phone per day. Another survey says that 46% of young adults would rather break their bones than break their phones. Is it surprising? Read at least one book in a week. Book is a gift of God that you can open again and again. There is no friends as loyal as book. Reminding you once again that reading does not end in a day or a week. It is lifelong process. Come, let's read and enjoy the wonderful world of reading. One child, one teacher, one pen and one book can change the world, says Malala. Thank you. നമസ്കാരം. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാലോ വിളയും, വായിച്ചില്ലേലോ വളയും. അതെ, നമ്മുടെ എല്ലാം പ്രിയ കവി കുഞ്ഞുണ്ണിമാഷിന്റെ വരികളാണിത്. വായന ഇന്നിന്റെ സമൂഹത്തിൽ, ഇന്നിന്റെ ലോകത്ത് വായനയുടെ പ്രസക്തി ഊന്നിക്കാണിക്കുന്ന വരികൾ. ഒരു മനുഷ്യ ജീവിതത്തിൽ അവന്റെ ജീവിത വിജയത്തിന് വായന എത്രയോ സ്വാധീനിക്കുന്നുണ്ട്. അതെല്ലാം ഈ വരികളിൽ വ്യക്തമാണ്. അതെ, വായിച്ചാൽ അവൻ വിളയും, അവൻ നേടിക്കൊണ്ടേയിരിക്കും, അവൻ ഉയർച്ചകളിലെത്തും. ഇല്ലെങ്കിലോ നേരെ വളഞ്ഞ അടിയിലോട്ട് തന്നെ അവന്റെ ജീവിതം ദുസ്സഹമായിരിക്കും. അതെ, ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത് പുസ്തകമായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരൻ പുസ്തകമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരൻ പുസ്തകങ്ങൾ തന്നെ ആവണം. എങ്കിലേ നാം ജീവിതത്തിൽ വിജയിക്കൂ. ജീവിത വിജയത്തിന് അത്രമാത്രം പുസ്തകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, അത്രമാത്രം പുസ്തകങ്ങൾ സഹായിക്കുന്നുണ്ട്. വായിക്കും തോറും ജീവിത യാഥാർത്ഥ്യങ്ങളെയും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും ജീവിതം എന്തെന്ന് പോലും നാം പഠിച്ചു പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിവിന്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് നിൽക്കുന്ന, ഒരുപക്ഷെ 98% സാക്ഷരതയുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? വായനയുടെ കുറവാണ്. ജീവിതത്തിലെ ചെറിയ സംഘർഷഘട്ടങ്ങൾ വരുമ്പോൾ പോലും ആത്മഹത്യക്ക് ആലോചിച്ചു പോകുന്നു നമ്മൾ. പക്ഷെ വായിച്ചവന്, ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയവന്, ജീവിത സംഘർഷങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വായനയിലൂടെ മനസ്സിലാക്കിയവന് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. കാരണം ജീവിതത്തിലെ സംഘർഷഘട്ടങ്ങൾ വരുമ്പോൾ, ജീവിതം ദുസ്സഹമാകുമ്പോൾ അവൻ വായിച്ച അവന്റെ ജീവിത പാഠങ്ങൾ അവനെ പിന്തുണക്കും. അവൻ ജീവിതത്തിൽ വിജയിക്കും. അവൻ ജീവിത സംഘർഷങ്ങളെയെല്ലാം മറികടക്കും. ഇതിന് ഉത്തമ ഉദാഹരണം എന്റെ കൂടി നാട്ടുകാരനായ മൊയ്തു കീശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഘർഷഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ നമ്മളെ എല്ലാവരെയും അറിയിച്ചു. അത്രയും സംഘർഷഘട്ടങ്ങൾ നേപ്പാളിലും ഭൂട്ടാനിലുമെല്ലാം അദ്ദേഹം അനുഭവിച്ച പോലീസ് മുറകളുടെ സത്യാവസ്ഥ അദ്ദേഹം വായനയിൽ നമുക്കെല്ലാം എഴുത്തുകളിലൂടെ കാണിച്ചു തന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വായനയും യാത്രകളും എന്നെ ഏറെ ശക്തനാക്കി. ജീവിത സംഘർഷങ്ങൾ വന്നപ്പോൾ സാഹചര്യങ്ങൾ മൂലം ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നാട് വിട്ടു. അദ്ദേഹത്തെ യാത്രകൾ ഒരുപാട് പഠിപ്പിച്ചു. വായനകൾ ആ പ്രശ്നങ്ങളെയെല്ലാം എങ്ങനെ മറികടക്കാം, പ്രശ്നങ്ങളെയെല്ലാം എങ്ങനെ മനസ്സിലൊതുക്കി ജീവിതത്തിന്റെ വിജയം കൊയ്തെടുക്കാമെന്ന് പഠിപ്പിച്ചു തന്നു. അതെ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വായന അത്രയും പ്രസക്തമാണ്. ഓരോ പ്രശസ്തിയാർജിച്ച ജീവിതത്തിലെ വിജയിച്ച വ്യക്തികളും തികഞ്ഞ വായനാ പ്രേമികളായിരുന്നു.
എന്തിനേറെ പറയുന്നു, APJ അബ്ദുൽ കലാം, ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, സുന്ദർ പിച്ചെ, എലോൺ മസ്ക് പോലും വായനയിൽ വളരെയേറെ മുന്നിലായിരുന്നു. അവരെല്ലാം ജീവിതത്തിൽ ഓരോ നിലകളിൽ എത്തിപ്പെട്ടതും വായനയിലൂടെ തന്നെയാണ്. എനിക്ക് ഈ കാര്യം ഓർമ്മ വരുമ്പോൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെയാണ് ഓർമ്മ വരുന്നത്. തന്റെ കുട്ടിക്കാലം ചവറ് പൊറുക്കി നടന്നപ്പോൾ പോലും അദ്ദേഹം ചവറുകളിൽ പോലും വായന ആസ്വദിക്കുകയായിരുന്നു. ചവറുകളിൽ കിട്ടുന്ന പേപ്പറുകൾ അദ്ദേഹം വായിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായന പ്രവേശിച്ചു. അതെ, അതുകൊണ്ട് നല്ലൊരു ഭാവിക്കായി വായിച്ചു വളരുക, നല്ലൊരു ഭാവി എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, മംഗളാശംസകളെല്ലാം നേർന്നുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കട്ടെ, വിജയിക്കുവാൻ നല്ലൊരു വായനാ പ്രേമിയാവട്ടെ എന്ന് നല്ലൊരു വായനാ പ്രേമി ആവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. An hour spent for reading is stolen from paradise. Hi everyone, it's me Anlina. I'm here to share the views about how reading is important. June 19th is celebrated as Reading Day for those who love books. It is considered as a remembrance for P.N. Panikkar. Reading is one of the most significant type of skill of human beings. No other species can read like humans. So enjoy reading as maximum. By reading different books, increases your knowledge, your ability to focus, increases your imagination and creativity, helps your brain to exercise. So reading is very beneficial. If you create a habit for reading, it's very useful. If you have any strain, any stress, or you find moody, just go for reading a book. You will find a result. Reading develops positive thinking. Reading is the basis for education and learning purpose. Reading is very beneficial as it keeps us away from a lot of painful failures towards the successful path we face. So, read it, enjoy. Thank you. Hello everyone, my name is Aisha Mehin and I am going to deliver a speech on the topic the importance of reading. Great readers make great writers, while great writers make great communicators, and great communicators make great persuaders. And you know what great persuaders make? They make good societies, and that's what this world needs. When you have a good book to keep you company, there is nothing better in the universe. It takes you places where you can't go and lets you meet people you can't meet. Reading is a lost art. It has endless positives such as good vocabulary, communicating skills. It improves your focus, concentration and your creativity. It also helps you to view things from a different perspective and also increases your knowledge. And we all know the famous quote, knowledge is power. As we know, books were the main source of entertainment centuries ago, but with the widespread of technological advances such as the cinema, television, internet, etc., among others, many people left their book on their bookshelf. You may think that nowadays there are other ways to gain knowledge like the TV, social media platforms, etc. But books allow you to experience the same story from your own perspective and your own values, ideas, and from your own feelings. Therefore, reading skills are essential to succeed in society. Those who are good readers tend to exhibit progressive social skills. Reading broadens the vision. It is in a way a substitute for travel. So I would encourage everyone to start reading because a good reader can interact with others in a far better way. Thank you. Good afternoon to all. I am Abhishek Y of class 9th. Today I am going to present a small speech about National Reading Day. June 19th.
It is celebrated as National Reading Day in honor to represent the life and works of P.N. Panikkar, a teacher from Kerala. P.N. Panikkar was born on March 1, 1909. He passed away on June 19, 1995. Reading is the process to pronounce the letters, numbers, etc. Reading is done silently, although in an occasion it is loudly spoken to the readers to be listened. Reading gives us good knowledge. Reading gives us to pronounce it beautifully. Reading helps us to pronounce it with others to speak fluently English. Thank you. Have a nice day. One child, one teacher, one book, and one pen can change the world. Malala Yousafzai. Good morning to one and all, respected teachers and my dear friends. I am Archana of 12A and I am here to express my views on importance of reading. Reading Day is celebrated on 19th of June every year in the remembrance of P.N. Panikkar, who was the leader of library movement in Kerala. Reading is a habit that can make our lives better. It gives us knowledge and inspiration. It also makes us smart. There are examples of numerous great personalities who emphasize on reading for a better and successful life. Reading exposes to our mind into a great treasure of ideas and thoughts. People share their experiences through books. Reading such books can be of great help. Reading novels, biographies, poems, etc. can entertain us. This helps to relax our mind. It also increases concentration and emotional health. When we read something, we become sad, happy, laughed, and so on. This helps to increase our emotion and this helps us to emotionally grow. It also increases our vocabulary. That is, when we read something, we get familiarized with new words. This helps to increase our vocabulary and thereby increasing our communication skills. When we read something, we try to visualize what we have read. This is a good exercise for our mind. Also, after reading something, we memorize the characters, places, conversations, etc. This helps to increase memory. And we stay in the present, forgetting about the past when we read. This helps to reduce stress. A book is one of the most powerful things in the world. A good book is like a good investment. It gives us new opportunities to gain knowledge, grow, and be inspired. We get an overview of great thoughts and experiences by reading books. With so many benefits, reading is certainly a good habit. We must all inculcate it in our lives. Once we develop the habit of reading, we will never get bored. I conclude my speech by saying that today's leaders are tomorrow's leaders. Thank you. Good morning, respected teachers and my dear friends. Today I'm standing before you to express my views about the importance of reading. Everything you want to achieve in life is something that somebody else has already achieved. Information is power and an indispensable weapon in this age. This valuable information is everywhere. It is available for you and is waiting for you to find it through reading. Reading builds vocabulary and understanding as it opens up people's minds. As one reads, they carefully listen and understand what they are learning, and then they try to create the meaning out of it. As they do this, they come across a wide range of words, and this is a vital ingredient in vocabulary development. In addition to developing the mind, it also reduces stress. Reading boosts your memory and enhances your ability to focus. Reading also helps in improving your vocabulary and communication skills. Above all, it allows you to see the world from the eyes of the writer. Reading allows you to discover new things. Books, e-books, magazines, social media, YouTube, internet, all of these are great tools which require you to read and comprehend what you're learning. A good reader possesses the power of seeking out information in a topic that they are really passionate about, and then they educate themselves through reading.
Personally, I feel so grateful for them because they really keep us away. These authors, they keep us away from a lot of painful failures we have on our way to success. Now, since they have already gone through what we want today, it is only prudent that we learn from them. Indeed, reading is important because words spoken or written are the foundations of life. Thank you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖില ജോയ്. മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. മനുഷ്യൻ, എത്ര സുന്ദരമായ പദം. ഒരു മനുഷ്യനെ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് വളർത്തിയെടുക്കുന്നത് വായനയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ പോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേലും വളയും. വായന അറിവിന്റെ പ്രകാശമാണ്. അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൂമിയുടെ സത്യമായ സൗന്ദര്യം കാണിച്ചു കൊടുക്കുന്ന പ്രകാശം. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും സ്ഥലങ്ങളും ഓർത്തിരിക്കുന്നു. അതുവഴി നമ്മുടെ ഓർമ്മശക്തിയാണ് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ വായിച്ചു തീരുന്ന ഓരോ വരികളും ഒന്നായി ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ കോറി വരയ്ക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. അത് പിന്നീടേക്കുള്ള ജീവിതത്തിലുള്ള ഉൾക്കാഴ്ചയുടെ പ്രകാശം പരത്തുന്നു. വായന കൈമുതലാക്കി സൂക്ഷിച്ച് അതുവഴി നേടിയ അറിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ വന്ന സകല പ്രതിസന്ധികളെയും നേരിട്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയ പല മഹത് വ്യക്തികളെയും നമ്മൾക്കറിയാമല്ലോ. അവരുടെ ജീവിതം വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം പങ്കുവച്ച ശ്രീ PN പണിക്കരെയും തങ്ങളുടെ എഴുത്തുകളിലൂടെ വായനക്കാർക്ക് അറിവും വിവേകവും ഉൾക്കാഴ്ചയും നൽകിയ സകല ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ എഴുത്തുകാരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി. Good morning to all. Today I'm going to talk about the importance of reading in accordance with our reading day. Reading is important because it develops our mind, and our mind is a muscle, it needs exercise too. Understanding a written word is an ability in its own. Learning to read is about listening and understanding. Reading exposes us to wide range of words and improve our vocabulary and our own understanding. Reading benefits both our physical and mental health, and those benefits can last a lifetime. Like, it gives us more knowledge, improves our writing skill, strengthens the brain, reduces stress, aids sleep, and improves the vocabulary, and so much more. Reading is very important for children because reading is stimulating. Reading relaxes our mind, body, and soul. Reading not only improves a person's knowledge and wisdom, but it also gives a sense of pleasure. Reading has saved millions of lives. Reading has changed lives of millions because since it gives us a feeling and takes us to different kind of places which we have never experienced. In all times and all ages, reading has been a great source of knowledge. Today, in our world, reading is highly valued and very important in our economic and social advancement. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. മനുഷ്യന്റെ വാസനയെ വളർത്തിയെടുക്കാനുള്ള വളമായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് വായനയെ വിശേഷിപ്പിക്കുന്നത്. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിടുകയും ചെയ്ത ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അറിവിന്റെ അടിസ്ഥാനമാണ് വായന. നമ്മുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് പകുതിയിലധികം അറിവും പുസ്തകങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്ന്
പരാമർശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളായ നാം വായനയുടെ മഹത്വം മനസ്സിലാക്കി വായിച്ച് ധാരാളം അറിവ് നേടുകയാണ് വേണ്ടത്. വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ പുസ്തകങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരെ പോലെയാണ്. അതിനാൽ ഓരോ പുസ്തകവും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഡിജിറ്റൽ യുഗത്തിലും ഇന്റർനെറ്റും ഈ വായനയുടെയും അതിപ്രസരത്തിലും വായന മരിച്ചിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് കൊട്ടാരക്കര പെരുങ്കുളം ഗ്രാമത്തെ സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായി മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ പ്രഖ്യാപിച്ചത്. അതിനാൽ വിദ്യാർത്ഥികളായ നാം വായന ഒരു ശീലമാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് മേഘന മധു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന ശ്രീ പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ഓർമ്മദിനമാണ് ജൂൺ 19. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മഹത് വ്യക്തിയാണ് PN പണിക്കർ. വായനാ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളാകാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതെ, ഇന്ന് സമൂഹം വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തെ നിവർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിലാപം എല്ലാ മേഖലയിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ലോക ക്ലാസിക്കുകളും ചരിത്ര പുസ്തകങ്ങളും ലോക പ്രശസ്ത ലൈബ്രറികളും നമ്മുടെ വിരൽ തുമ്പിൽ സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ചയിലൂടെ നമുക്കിന്ന് ലഭ്യമാണ്. IT യുഗം നാടിന് നേടുന്ന നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല. താളിയോലകളിൽ നിന്നും പേപ്പറിലേക്ക്, പേപ്പറിൽ നിന്നും മോണിറ്ററിലേക്ക്. കോവിഡ് എന്ന മഹാമാരിയെ ഭയന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ കഴിയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാം. പുസ്തകങ്ങളെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാക്കാം. ഇപ്പോൾ തുടങ്ങാം നുറുങ്ങു കവിതകളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ. നിറയട്ടെ വായനയുടെ വസന്തം, നന്മയുടെ നാളുകൾ. ഒപ്പം അടുത്ത തലമുറ കുമാരനാശാനും എഴുത്തച്ഛനുമൊക്കെ ആരെന്ന് ചോദിക്കാതിരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് വായനയുടെ വെള്ളി വെളിച്ചം വിതറിക്കൊടുക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Good morning, my dear teachers and friends. I'm here to say a few words about importance of reading. Once you start reading, you experience a whole new world. When you start loving the habit of reading, you eventually get addicted to it. Reading develops language skills and vocabulary. Reading books is also a way to relax and stress. It is important to read a good book at least for a few minutes each day to stress the brain muscles for healthy functioning. Reading is important because it develops your mind and gives you active knowledge and lessons of life. It improves your vocabulary and develops your communication skill. The habit of reading is one of the best qualities that a person can possess. Books are known to be your best friend for a reason, so it's very important to develop a good reading habit. We must all read on a daily basis for at least 30 minutes to enjoy the sweet fruits of reading. It's a great pleasure to sit in a quiet place and enjoy reading. Reading a good book is the most enjoyable experience one can have. Thank you. My name is Ashwin P.Jivan. I am studying in 9th standard MTHSS Kaloor. As you all know, 19th June, our state was celebrated Reading Day, remembrance of P.N. Panikkar, the father of library movement. Yes, it's true, we are locked in our home, but this time is best to reading books. Reading is a habit that can make us a better person. Reading gives us knowledge and inspiration. Reading have many beneficial effects on a person. Thank you. I'm Angel Maria Christie. I'm here to present a small speech on importance of reading. Reading is a very good habit that you can possess. Reading improves your vocabulary and develops your communication skills. It also helps you to understand the world around you better. Reading is important because it develops the mind. Books are known to be the best friends of a person. Reading contributes in a big way in building an individual's confidence, apart from reducing stress and puts him in a better mood. Reading activity is one of the most important ways of learning, as it is connected with literacy and civilization developments as well. My books are friends that never fail me.
These are the words by Thomas Carlyle, a famous writer. With this, I'm concluding my words. Thank you. നമസ്കാരം. പ്രധാന വാർത്തകൾ. TPR അടിസ്ഥാനത്തിൽ നിയന്ത്രണം. തുറക്കുന്നു കരുതലോടെ. ബാറും ബെവ്കോയും നാളെ മുതൽ പാഴ്സൽ മാത്രം. പൗരത്വ നിയമവിരുദ്ധ സമരം. വിദ്യാർത്ഥികൾക്ക് ജാമ്യം. സർക്കാരിന് രൂക്ഷ വിമർശനം. മരം വെട്ട്. മൗനം വെടിഞ്ഞ് CPI. ന്യായീകരിക്കാതെ CPM. വാർത്തകൾ വിശദമായി. നാളെ മുതൽ പൊതുഗതാഗതം. പരീക്ഷകളും പുനരാരംഭിക്കും. ബാങ്കുകൾ ആഴ്ചയിൽ 3 ദിവസം തന്നെ. അക്ഷയ കേന്ദ്രം 5 ദിവസം. മാളുകൾ തുറക്കരുത്. ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം അനുവദിക്കില്ല. ശനിയും ഞായറും സംസ്ഥാനമാകെ പൂർണ്ണ ലോക്ക്ഡൗൺ. കായിക വാർത്തകൾ. മെസ്സിക്ക് ഫ്രീ കിക്ക് ഗോൾ. അർജന്റീനയ്ക്ക് സമനില. യൂറോ കപ്പിൽ പോർച്ചുഗലിന് ജയം. ഹംഗറിയെ തോൽപ്പിച്ചത് 3 ഗോളുടെ അടിസ്ഥാനത്തിൽ. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അഭിഷേക് വൈ. ഇന്ത്യയും ഇംഗ്ലണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേണ്ടിയുള്ള 15 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. രവിചന്ദ്രൻ അശ്വിനെയും രവീന്ദ്ര ജഡേജയും ഉൾപ്പെടുത്തിയുള്ള ഇന്ത്യയുടെ 15 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. ഹനുമ വിഹാരി, ഉമേഷ് യാദവ്, മുഹമ്മദ് ഷമി എന്നിവർ ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ച 20 അംഗ സ്ക്വാഡിൽ നിന്ന് KL രാഹുൽ, മയങ്ക് അഗർവാൾ, ഷർദുൽ താക്കൂർ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ എന്നിവയെ മാറ്റിയിരിക്കുന്നു. ഇംഗ്ലണ്ടും അവയുടെ 15 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടും ന്യൂസിലൻഡും നടന്ന ടെസ്റ്റ് സീരീസിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ തിരിച്ചെത്തിയിരിക്കുന്നു. വുമൻസ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യ vs ഇംഗ്ലണ്ട് ഇന്ന് തുടങ്ങുന്നു. 7 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വുമൻസ് ഇന്ന് ആദ്യമായിട്ട് ടെസ്റ്റ് കളിക്കുന്നു. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ. TPR അടിസ്ഥാനത്തിൽ നിയന്ത്രണം. തുറക്കുന്നു കരുതലോടെ. നാളെ മുതൽ പൊതുഗതാഗതം. പരീക്ഷകൾ പുനരാരംഭിക്കും. ബാങ്കുകൾ ആഴ്ചയിൽ 3 ദിവസം തന്നെ. അക്ഷയ കേന്ദ്രം 5 ദിവസം. മാളുകൾ തുറക്കരുത്. ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം അനുവദിക്കില്ല. ശനിയും ഞായറും സംസ്ഥാനമാകെ പൂർണ്ണ ലോക്ക്ഡൗൺ. 1.5 മാസം നീണ്ട അടച്ചിടലിന് ശേഷം കേരളം നാളെ തുറക്കുന്നു. ഇനി പ്രാദേശിക തലത്തിലായിരിക്കും നിയന്ത്രണങ്ങൾ. കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ 4ആയി തിരിച്ച് നാളെ മുതൽ ലോക്ക്ഡൌണിൽ ഇളവ് നൽകും. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. ബാറും ബെവ്കോയും നാളെ മുതൽ പാർസൽ മാത്രം. ആപ്പ് വഴി ബുക്ക് ചെയ്യാം. പൗരത്വ നിയമവിരുദ്ധ സമരം. വിദ്യാർത്ഥികൾക്ക് ജാമ്യം. സർക്കാരിന് രൂക്ഷ വിമർശനം. പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശവും ഭീകര പ്രവർത്തനവും തമ്മിൽ അന്തരമുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. പൗരത്വ നിയമവിരുദ്ധ സമരത്തിന്റെ പേരിൽ ഡൽഹി കലാപക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട 1 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാക്കളായ ആസിഫ് ഇക്ബാൽ, നടേശ നർവാൾ, ദേവഗന ഖലിത എന്നിവർക്ക് ജാമ്യം അനുവദിച്ച് ജസ്റ്റിസുമാരായ സിദ്ധാർത്ഥ് മൃദുൽ, അനൂപ് ജയറാം ബംബാനി എന്നിവർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. നന്ദി. Namaste. KB News, Standard 9. COVID vaccination drive on January 16. Only 6% of its population has been fully vaccinated or received both doses of vaccine, while only 3% of India's population has been fully vaccinated. 18% of women in higher education in 5 years. The All India Survey on Higher Education 2019 and 20 released on Thursday. First Bell 2.0 to continue till June 18. As per the new schedule, the digital class were held for classes 1 to 10th during the first week of June. The re-telecast from June 14 to 18. The telecast of new classes will begin only from June 21. Thank you. ഞാൻ ഡെൽജോഫ് ജോജോ, 10th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി. ഞാനിന്ന് മലാല യൂസഫ് സായിയുടെ ഞാനാണ് മലാല എന്ന പുസ്തകത്തെ
പരിചയപ്പെടുത്താനാണ് എത്തിയിരിക്കുന്നത്. പഠിക്കാനുള്ള അവകാശത്തിനായി ശബ്ദമുയർത്തി തീവ്രവാദികളുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അതിനെ സധൈര്യം നേരിട്ട ഒരു പാകിസ്ഥാനി പെൺകുട്ടി. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഈ കൃതി മലാലയുടെ ആത്മകഥയാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ബാല്യത്തിന്റെ വിപ്ലവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. താലിബാനിലെ സ്വാത് താഴ്വരയുടെ ഭീകരതയിൽ നിന്നും തനിക്കും തന്റെ കൂട്ടുകാർക്കും വേണ്ടി മലാല ശബ്ദമുയർത്തിയത് ലോക വിപ്ലവത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ BBC-യുടെ ഉറുദു ബ്ലോഗിലൂടെ തന്റെ പ്രതികരണം അവൾ അറിയിച്ചു. പാക് താലിബാൻ മലാലയെ നോട്ടമിട്ടത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്നും മടങ്ങി വരും വഴിയാണ് അവർ അവളുടെ നേരെ വെടിയുതിർത്തത്. പരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട മലാല ലോകത്തിലെ അഭയാർത്ഥികളായ തന്റെ കൂട്ടുകാർക്കു വേണ്ടി തന്റെ പോരാട്ടം തുടരുകയാണ് ചെയ്തത്. തീവ്രവാദ ശക്തി ഈ ലോക ജനതയെ എങ്ങനെയാണ് ക്രൂശിക്കുന്നത് എന്ന വ്യക്തമായ ചിത്രം ഈ കൃതിയുടെ അവസാന ഭാഗം കൂടി വായിക്കുമ്പോൾ വായനക്കാർക്ക് ബോധ്യമാകും. നന്ദി, നമസ്കാരം. Good morning, my dear friends, respected teachers and principal. I am here with you to talk about a book review, a book named 3 Mistakes of My Life. About this book, this was published in 1st January 2008. And about this book print has 4,20,000 prints sold out. So it's pretty famous about this book. So don't you want to know who's the author of this book? Yes, the one and only Chetan Bhagat. The story revolves around 3 friends named Ishan, Govind and Omi. About Ishant. Ishant was very good in cricket and his dream was to join the Indian team but couldn't fulfill it. And about Govind, he was very good at mathematics and he wanted to join the engineering but he couldn't because of the poverty in his family. And about Omi didn't had aim in his life. He didn't want to become a pujari as his father was. So one day, Ishan wanted to open a sports store, but he didn't have the money as he thought he would. So with Omi's help, they opened a store in Temple for rent. Wait, what's the fun if I tell you the whole story about this book? So I suggest you guys to read this book, 3 Mistakes of My Life. Thank you. Have a good day. നമസ്കാരം. ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണല്ലോ. ഈ കോവിഡ് കാലം നമ്മുടെ വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് സാഹചര്യം ഒരുക്കി. നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തി തരട്ടെ. ജാപ്പനീസ് നടിയും യുനെസ്കോ ഗുഡിൽ അംബാസിഡറും കൂടിയായ തെറ്റ്സുക്കോ കുറോയാനഗിയുടെ ടോട്ടോ ചാൻ എന്ന പുസ്തകമാണ് ഇത്. ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്നതാണ് ഇതിൻ്റെ ടാഗ് ലൈൻ. ശ്രദ്ധേയനായ കവി അൻവർ അലിയാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 1982 പുറത്തിറങ്ങിയ ഈ പുസ്തകം ലോകത്തിലുള്ള എല്ലാ പ്രധാന ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെടുന്നു. ഈ പുസ്തകം എഴുതിയ തെറ്റ്സുക്കോ കുറോയാനഗിയുടെ വിളിപ്പേരാണ് ടോട്ടോ ചാൻ. തൻ്റെ സ്കൂൾ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പുസ്തകം കുട്ടികളാലും കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരാലും വായിക്കപ്പെടുന്നു. അധ്യാപനം എങ്ങനെയാവണമെന്നും കുട്ടികളുടെ കഴിവ് എങ്ങനെ തിരിച്ചറിയാമെന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് ഈ പുസ്തകം. 1ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ടോട്ടോ ചാൻ പിന്നെ എത്തിയത് കൊബയാഷി എന്ന അധ്യാപകൻ്റെ ടോമോ ഗാഗ്വൻ എന്ന വിദ്യാലയത്തിലാണ്. അവിടെ വെച്ച് നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ടോട്ടോ ചാൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ച ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം.